നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാത്തിരിപ്പിന് വിരാമം. ഒടുവിൽ VD സതീശൻ തന്നെ കേരള മുഖ്യമന്ത്രി. നിയുക്ത കേരള മുഖ്യമന്ത്രി VD സതീശന് ആശംസകൾ നേർന്ന് മലയാളം സിനിമാ ലോകവും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചയിൽ ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾക്കെതിരെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടർന്നാൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കാത്തിരിപ്പിന് വിരാമം. ഒടുവിൽ VD സതീശൻ തന്നെ കേരള മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിച്ചു. പഴയ AICC ആസ്ഥാനത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ കേരളത്തിന്റെ ചുമതലയിലുള്ള നേതാക്കളാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. 11 ദിവസത്തെ നാടകീയതയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം. കേരളത്തിലെ ജനവികാരം VD സതീശന് തുണയായി. നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തും. 1964 മെയ് 31 കൊച്ചിയിലെ നെട്ടൂർ എന്ന ഗ്രാമത്തിൽ K. ദാമോദരമേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായാണ് VD സതീശന്റെ ജനനം. പനങ്ങാട് ഹൈസ്കൂൾ, തേവര SH, രാജഗിരി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസത്തിന് ശേഷം കേരള ലോ അക്കാദമി ലോ കോളേജിൽ നിന്നും LLBയും തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും LLMഉം നേടി. KSUയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ്. എറണാകുളം തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയായും MG കേരള സർവകലാശാല യൂണിയൻ കൗൺസിലറായും തിളങ്ങി. 1986-87 കാലയളവിൽ MG സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായിരുന്നു. NSU ദേശീയ ജനറൽ സെക്രട്ടറിയായി ഉയർന്നു. എറണാകുളം ജില്ലയിലെയും കേരളത്തിലെ തന്നെയും കോൺഗ്രസിന്റെ പ്രമുഖ സാന്നിധ്യമായി വളർച്ച. 2001 പറവൂരിൽ നിന്നാണ് ആദ്യമായി നിയമസഭയിൽ എത്തിയത്. അതിനു മുമ്പ് 1996 മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. 2001 ശേഷം 2006, 2011, 2016, 2021, 2026 വർഷങ്ങളിൽ തുടർച്ചയായി വിജയം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തവണ കേരളം മുഴുവൻ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും സതീശന്റെ ഭൂരിപക്ഷം കുറഞ്ഞു. അവസാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക്. നിയുക്ത കേരള മുഖ്യമന്ത്രി VD സതീശന് ആശംസകൾ നേർന്ന് മലയാള സിനിമാ ലോകവും. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ ടീം UDF എന്നാണ് പാലക്കാട് MLAയും നടനുമായ രമേശ് പിഷാരടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. VD സതീശന്റെ ഫോട്ടോയ്ക്കൊപ്പമായിരുന്നു രമേശ് പിഷാരടി അഭിനന്ദനം അറിയിച്ചത്. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട VD സതീശന് ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്നാണ് നടൻ മമ്മൂട്ടി കുറിച്ചിരിക്കുന്നത്. നിയുക്ത കേരള മുഖ്യമന്ത്രി VD സതീശന് സ്നേഹം നിറഞ്ഞ ആശംസകൾ. വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് നാടിനെ നയിക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് സാധിക്കട്ടെ മോഹൻലാൽ കുറിച്ചു. ജനനായകന് അഭിവാദ്യങ്ങൾ എന്ന് നടൻ സിദ്ദിഖും കുറിച്ചു. ജനങ്ങളാണ് ഹൈക്കമാൻഡ് എന്ന് തെളിയിച്ച ഏക നേതാവ് എന്നാണ് ആശംസകൾ അറിയിച്ച ധർമ്മജൻ ബോൾഗാട്ടി കുറിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കേരളത്തിന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന് ആശംസകൾ. ഐക്യത്തിലൂടെയും പ്രതിരോധ ശേഷിയിലൂടെയും പുരോഗതിയിലൂടെയും കേരളം എപ്പോഴും ഉയർന്നു നിന്നിട്ടുണ്ട്. ഈ പുതിയ തുടക്കം ലോകമെമ്പാടുമുള്ള ഓരോ മലയാളിക്കും പ്രതീക്ഷയും വികസനവും ആത്മവിശ്വാസവും
വിശ്വാസവും നൽകട്ടെ എന്നാണ് ഉണ്ണിമുകുന്ദൻ ആശംസ നേർന്ന് അറിയിച്ചിരിക്കുന്നത്. ഒരു പുതിയ കേരളത്തിനായുള്ള യാത്രയ്ക്ക് എല്ലാ ആശംസകളും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിന് സ്നേഹപൂർവ്വം അഭിനന്ദനങ്ങൾ നിവിൻ പോളി അറിയിച്ചു. മതേതര കേരളം ആഗ്രഹിച്ച നന്മ ഓരോ മലയാളിയും അഭിമാനിക്കുന്നു, ജോയ് മാത്യു കുറിച്ചു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചയിൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കെതിരെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് അഭിപ്രായം തേടുന്നതിന് മുമ്പ് തന്നെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തി. ഘടകകക്ഷികളുടെ സമ്മർദ്ദം ജനാധിപത്യത്തിന് ചേർന്നതല്ലെന്നും ജി സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇവിടെ ആരാണ് കുഴപ്പം ഉണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രി കോൺഗ്രസിന് ആണെന്ന് നേരത്തെ ധാരണ ഉള്ളതല്ലേ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. മുഖ്യമന്ത്രി ചർച്ചയിൽ ഘടകകക്ഷികൾ എന്തിന് ഇടപെട്ടു? അവരുടെ ഇടപെടലാണ് പ്രശ്നം ഉണ്ടാക്കിയത്. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ ലീഗിനടക്കം എന്ത് കാര്യം? കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണിതെന്നും ആര് വന്നാലും സ്വീകരിക്കാൻ ഘടകകക്ഷികൾ തയ്യാറാകണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയത് അവഗണിക്കേണ്ട ഹൈക്കമാൻഡ് അവരുടെ അഭിപ്രായം തേടി. ലീഗ് അടക്കം എന്തൊക്കെയോ മുന്നിൽ കണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. കാര്യങ്ങൾ തങ്ങളുടെ അധീനതയിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഘടകകക്ഷികളുണ്ട്. ആരെ പിന്താങ്ങണമെന്നോ എതിർക്കണമെന്നോ എന്നതിൽ ഘടകകക്ഷികൾക്ക് എന്ത് കാര്യം? ഇതിലൊക്കെ വലിയ ദുരൂഹതയുണ്ട്. ഫ്ലെക്സ്, പോസ്റ്റർ പ്രകടനം എല്ലാം ഇപ്പോഴും നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 30 സീറ്റ് UDFന് കുറയും. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ഈ വികാരം ഉണ്ടാകും. 102 സീറ്റിന്റെ മേന്മ നശിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ ഒരു ഭരണം ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ എന്തെല്ലാം പ്രശ്നമാണ്? ഇതെല്ലാം പരിഹരിക്കാൻ ആളില്ല. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണം. മുമ്പ് തന്നെ NSS ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ജനകീയമാകണമെങ്കിൽ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടർന്നാൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില ഉയരുന്നതും ഇന്ധന ഇറക്കുമതിയുടെ ചെലവ് വർദ്ധിച്ചതും ഇന്ത്യയിൽ പണപ്പെരുപ്പ ഭീതി രൂക്ഷമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചില്ലറ വിൽപ്പന വിലയിൽ മാറ്റം വരുത്താതെ മുന്നോട്ടു പോകാൻ സർക്കാരിന് കഴിയില്ലെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ലോകത്തിൽ ഏറ്റവും വലിയ 3ാമത്തെ എണ്ണ ഉപഭോക്തൃ രാജ്യമാണ് ഇന്ത്യ. രാജ്യത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെ 89% ഇറക്കുമതിയിലൂടെയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായ സംഘർഷാവസ്ഥ ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എണ്ണവിലയിൽ വർധനവ് വരുത്തിയാൽ അത് സമ്പദ് വ്യവസ്ഥയിൽ വലിയ ആഘാതമുണ്ടാക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടങ്ങിയിട്ട് 2.5 മാസം പിന്നിടുകയാണ്. എന്നാൽ ഇതുവരെ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിച്ചിട്ടില്ല. നിലവിലെ സാമ്പത്തിക ബാധ്യത എണ്ണ കമ്പനികളും സർക്കാരും ചേർന്നാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഇനി അധികം തുടരാനാകില്ല എന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 240 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,19,040 രൂപയാണ്. ഗ്രാമിന് 30 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 14,880 രൂപയാണ്. വരും ദിവസങ്ങളിൽ സ്വർണ്ണ വില കുറഞ്ഞേക്കുമെന്ന സൂചനയാണ് വിപണിയിൽ നിന്നും ലഭിക്കുന്നത്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണ വിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ആഗോള വിപണിയിൽ എണ്ണവില കൂടിയതടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടെ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി ചുങ്കം 6% നിന്ന് 15% ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്കാണ് ഫലപ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് അന്തിമമായി ഫലം വിലയിരുത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഫലപ്രഖ്യാപനം. ഈ മാസം 15 തന്നെ നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കിയത്. ഫലം പ്രഖ്യാപിക്കുന്നതിന് ചീഫ് സെക്രട്ടറി അനുമതി നൽകിയിട്ടുണ്ട്. സാധാരണ നിലയിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലം പ്രഖ്യാപിക്കാറുള്ളത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചെങ്കിലും പുതിയ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചേർന്നാണ് ഫലം പ്രഖ്യാപിക്കുന്നത്.
പ്രഖ്യാപിക്കുക. ഫലം വൈകുന്നത് വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്ന പശ്ചാത്തലത്തിൽ പ്രഖ്യാപനത്തിനുള്ള നടപടികൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഊർജിതമാക്കുകയായിരുന്നു. 15-ാം തീയതി തന്നെ ഫലപ്രഖ്യാപനം നടത്തണമെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. പ്രഖ്യാപനം വൈകിയാൽ പ്രവേശനം അടക്കം തുടർ നടപടികളെ ബാധിക്കുമെന്ന് സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ 4,17,497 കുട്ടികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. ഗൾഫ് മേഖലയിൽ 633 കുട്ടികളും ലക്ഷദ്വീപിൽ 386 പേരുമാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. വി ഡി സതീശനെ കേരള മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് കെ.സി. വേണുഗോപാൽ. 102 അംഗ ഭൂരിപക്ഷമെന്ന ജനങ്ങളുടെ വിധി അംഗീകരിക്കുന്നു. മുഖ്യമന്ത്രിയായ വി ഡി സതീശനെ അഭിനന്ദിക്കുന്നു. ഇനി കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന് 102 അംഗ ഭൂരിപക്ഷം എന്നത് കോൺഗ്രസിന്റെ സമകാലീന ചിത്രത്തിൽ ഇല്ലാത്ത ഒന്നാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പമുള്ള UDF സർക്കാർ കേരളത്തിലുണ്ടാകും. സർക്കാരിന്റെയും മുഖ്യമന്ത്രിക്കും എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് തീരുമാനിച്ച വി ഡി സതീശനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി കാര്യത്തിൽ MLA-മാരുടെ പിന്തുണയിൽ ഇനി പ്രസക്തിയില്ല. ഞാൻ അടിയുറച്ച കോൺഗ്രസുകാരനാണ്. ത്രിവർണ്ണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. പാർട്ടിയാണ് എല്ലാം, ജനങ്ങളാണ് വലുത്. പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഹൈക്കമാൻഡ് തീരുമാനം എന്നെ പിന്തുണച്ചവരും അംഗീകരിക്കണമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി ഡി സതീശന് സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അങ്കമാലി മഞ്ഞപ്രയിൽ കോൺഗ്രസ് പ്രവർത്തകർ കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവച്ചു. നിരവധി UDF അനുഭാവികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കാളികളായി. പതാക ഉയർത്തിയും കേക്ക് മുറിച്ചും കരിമരുന്ന് വിസ്മയവും കൈ ഉയർത്തിയുമാണ് പ്രവർത്തകർ ആഘോഷം പങ്കുവച്ചത്. മഞ്ഞപ്ര ചന്തപുര ജംഗ്ഷനിലായിരുന്നു ആഘോഷ പരിപാടികൾ. നാട്ടുകാർക്ക് മധുര പലഹാര വിതരണവും നടത്തി. കേരള ജനതയുടെ ആഗ്രഹാഭിലാഷങ്ങൾ പൂർത്തീകരിച്ച AICC നേതൃത്വത്തിന് നന്ദിയും അറിയിച്ചു. ആഘോഷഭാഗമായി 102 കതിനവെടിയും പൊട്ടിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും മഞ്ഞപ്ര പഞ്ചായത്ത് പ്രസിഡന്റുമായ സണ്ണി പൈനാടത്തിന്റെ നേതൃത്വത്തിലാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഇത്തരം കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം, അതുപോലെ ഇപ്പോൾ ഈ നാട്ടിൽ വി ഡി സതീശന് ജനങ്ങൾ നൽകിയ പിന്തുണയോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാകണം. സോണിയാ ഗാന്ധി സിന്ദാബാദ്. വി ഡി സതീശൻ സിന്ദാബാദ്. വി ഡി സതീശൻ സിന്ദാബാദ്. വി ഡി സതീശൻ സിന്ദാബാദ്. മഞ്ഞപ്രയുടെ അഭിവാദ്യങ്ങൾ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. വി ഡി സതീശൻ സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ജനാധിപത്യ കേരള മണ്ണിൽ. ജനാധിപത്യ കേരള മണ്ണിൽ. ജനാധിപത്യ കേരള മണ്ണിൽ. ജനാധിപത്യ കേരള മണ്ണിൽ. വിസ്മയമായൊരു നേതാവേ. വിസ്മയമായൊരു നേതാവേ. വിസ്മയമായൊരു നേതാവേ. വിസ്മയമായൊരു നേതാവേ. നിലപാടിന്റെ നായകനെ. നിലപാടിന്റെ നായകനെ. നിലപാടിന്റെ നായകനെ. നിലപാടിന്റെ നായകനെ. വി ഡി സതീശ നേതാവേ. വി ഡി സതീശ നേതാവേ. അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. LDF-ൻ ദുർഭരണത്തെ. LDF-ൻ ദുർഭരണത്തെ. LDF-ൻ ദുർഭരണത്തെ. LDF-ൻ ദുർഭരണത്തെ. കേരള മണ്ണിൽ കുഴിച്ചു മൂടാൻ. കേരള മണ്ണിൽ കുഴിച്ചു മൂടാൻ. കേരള മണ്ണിൽ കുഴിച്ചു മൂടാൻ. കേരള മണ്ണിൽ കുഴിച്ചു മൂടാൻ. മുന്നിൽ നിന്ന് നയിച്ചവനെ. മുന്നിൽ നിന്ന് നയിച്ചവനെ. മുന്നിൽ നിന്ന് നയിച്ചവനെ. നിലപാടുള്ളൊരു നേതാവേ. നിലപാടുള്ളൊരു നേതാവേ. നിലപാടുള്ളൊരു നേതാവേ. നിലപാടുള്ളൊരു നേതാവേ. ധീരനായ നേതാവേ. ധീരനായ നേതാവേ. കരളെ സതീശ. മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുറുംകുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായരുടെ 9ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മുതിർന്ന മേളകലാകാരൻ തൃപ്പേക്കുളം ഉണ്ണിമാരാർ ശിവരാമൻ നായരുടെ ഛായാചിത്രത്തിനു മുൻപിൽ ദീപം തെളിയിച്ചു. സമിതി പ്രസിഡന്റ് PM നാരായണ മാരാർ അധ്യക്ഷത വഹിച്ചു. കണ്ണമ്പത്തൂർ വേണുഗോപാൽ, അരുൺ പാലാഴി, രാജു വാര്യർ, മരുത്തമ്പുള്ളി, സജിൻ തൊട്ടിപ്പാൾ എന്നിവർ പ്രസംഗിച്ചു.
മറ്റുള്ളവരുമായിട്ടുള്ള സമീപനവും എല്ലാം നമുക്ക് അറിയാം. എങ്കിലും സമിതിയുടെ ആരംഭകാലം മുതൽ തന്നെ സമിതിയുടെ ഏറ്റവും കൂടുതൽ സഹകരിച്ചിരുന്ന നമ്മുടെ രക്ഷാധികാരി ആയിരുന്നു. അന്നോട്ട് അധികമായിട്ട് നല്ല അടുപ്പമുണ്ട്. നല്ല സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ. ഇത്രയും വലിയൊരു പ്രമാണിയുടെ ആ ഒരു ചട്ടക്കൂടൊന്നും ഇല്ലാതെ കൊണ്ട് വളരെ സാധാരണക്കാരുടെ രീതിയിൽ എല്ലാവരോടും പെരുമാറുന്ന ഒരു വ്യക്തി. പിന്നെ അങ്ങനെ മേളം ഭരിച്ചതിന് ശേഷം അദ്ദേഹമായിരുന്നു നമ്മുടെ മേളത്തിന്. അങ്ങനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. രാപ്പാലും കുർമാലിയുമായിട്ട് ശിവരാമേട്ടന് അഭേദ്യമായ ബന്ധമുണ്ട്. അതാണ്. പിന്നെ ശിവരാമേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വലിയവനോ ചെറിയവനോ ഒരു തരംതിരിവില്ലാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന വ്യക്തിയാണ്. ഞാൻ തന്നെ കുർമാലിക്കാവില് 10ാമത് നടത്തുന്ന സമയത്ത് കുറച്ച് പേരുണ്ടാവുള്ളൂ. അതിന് ശിവരാമേട്ടൻ എല്ലാ കൊല്ലം വരാറുണ്ട്. ഞാൻ പറയാറുണ്ട് വരാറുണ്ട്. അയാൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലമൊന്നും കൊടുക്കാണ്ടാവാറില്ല. അന്ന് ഉണക്കച്ചോറ് തൈരൊക്കെ ഭക്ഷണം മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ അനൂപ്, ജയൻ, പ്രദീപ് ഒക്കെ കുഴൽ പഠിച്ച ഒരു കൊല്ലം ഞാൻ കൊല്ലം ശിവരാമേട്ടനെ വിളിച്ച് പറഞ്ഞില്ല പിള്ളേര് മതി എന്നുള്ളതാണ്. ആ 10ാമത് കുർമാല കഴിഞ്ഞ് പിറ്റേ ദിവസം കൊമരഞ്ചിറ വന്നപ്പോൾ ശിവരാമേട്ടനെ വിളിച്ചു കിടന്നു. സംസ്ഥാനത്ത് 4 ദിവസം മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പുതിയ മുന്നറിയിപ്പ് പ്രകാരം 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ശക്തിയായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നു മുതൽ 18 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 4050 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊരട്ടി ചൊറ്റരിക്കൽ നെടുമ്പിള്ളിയിൽ വീട്ടിൽ വിജയൻ മേനോന്റെ ഭാര്യ ലളിത നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 കൊരട്ടി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാത്തിരിപ്പിന് വിരാമം. ഒടുവിൽ VD സതീശൻ തന്നെ കേരള മുഖ്യമന്ത്രി. നിയുക്ത കേരള മുഖ്യമന്ത്രി VD സതീശന് ആശംസകൾ നേർന്ന് മലയാളം സിനിമാ ലോകവും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചയിൽ ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾക്കെതിരെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടർന്നാൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.